എനിക്ക് ആരും വിഷമിക്കുന്നൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അമ്മമാര് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫുമായിട്ട് കടന്നു പോയത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്റെ അമ്മച്ചീനെ ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയാണ്. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. ബസ്സുപോലെയാണ് നമ്മൾ പോകുന്നത്, ഒരാളുടെ കൂടെ ഇറങ്ങി പോരുന്നത്. അപ്പൊ ആ പോരുമ്പോ അവര് നൊന്ത വേദന, അവർ അത്ര കഷ്ടപ്പെട്ട് വളർത്തേ തന്നെ. അവരെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അന്ന് മുതൽ തെണ്ടി തേടി ഓരോ ഹോട്ടലിന്റെ പുറകിൽ കളറ് ഫുഡ് മേടിച്ച് കഴിച്ച് വളർത്തി ഞങ്ങള് ഒരു 16 വയസ്സിൽ ചിന്തിച്ചു നോക്കി. എൻ്റെ മക്കളുടെ പ്രായം, ആ മക്കളുടെ പ്രായത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ ഇറങ്ങി പോരുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചാൽ എന്നാന്നറിയാമോ? ദൈവം നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം, എന്ത് സാധനം വേണം തിരിച്ചു പിടിക്കാം. നമ്മുടെ കല്യാണ ജീവിതം മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ കിട്ടിയ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയാം, എൻ്റെ കിട്ടിയ നല്ലത് തന്നെയാണ്. ആ മനുഷ്യൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലവ് മാരേജ് പ്രണയിച്ച് സെറ്റായി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവിടെ പ്രണയം തീർന്നു. അവർ സെറ്റായി, അവരൊന്നിച്ചു. ആ ഒന്നിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ പ്രണയം. മഴവിൽ മനോരമയ്ക്കുള്ളൊരു എൻട്രി എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ ഓരോ വീഡിയോ ഒക്കെ അയച്ചിട്ട് ആഗ്രഹിച്ച് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് വരുന്നവരൊക്കെയാണ്. ഞാൻ അങ്ങനെ വന്ന ഒരാളൊന്നുമല്ല. ഞാൻ പല ഇന്റർവ്യൂലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരാളല്ല. നമ്മുടെ നാട്ടില് ഒരു ഓഡിഷൻ പണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ചിരി ഇരിച്ചിരി പമ്പർശ്ശേരിയെ പറ്റി അറിയാനായിട്ട് റിവ്യൂ പോലെയൊക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു കാർത്തിക് സൂര്യ ഞങ്ങളെ റിവ്യൂ പോലെ ചോദിക്കാനൊക്കെ വന്നതാണ്. അപ്പൊ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ 3ാമത്തെ കുഞ്ഞുണ്ടായിട്ട് കൈക്കുഞ്ഞ അവളോട് തൊഴിലുറപ്പിനൊക്കെ പോകും. എന്നിട്ട് ഞാൻ മണിക്ക് പോകുമായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ വീട്ടിൽ ഇരുന്ന ഒരാളല്ല. സുണ്ടപ്പനയുടെ മണിക്ക് പോകുമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു, സുധിമോളെ നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ, സ്റ്റാൻഡപ്പ് പറയാടി കൊച്ചേ, വന്ന് നോക്ക്. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവരോട് സംസാരിക്കുന്നത് കേട്ടിട്ട് അവർക്ക് മനസ്സിലായി. അവര് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, സുധിമോ പേരെന്താണ് സുധിമോൾ, കൊച്ചിന് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ പൊന്നെ എനിക്ക് പേടി, ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഫോണില്ല. അപ്പൊ അവിടെ തൊഴിലുറപ്പുള്ള ചേച്ചിയുടെ ഫോൺ മേടിച്ചിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരെന്നെ കണ്ടിന്യൂസ് വിളിച്ചു. ഒരു വീഡിയോ അയക്കുമ്പോളെ നല്ല കഴിവുണ്ട്, നിനക്ക് കഴിവുണ്ട്. അപ്പൊ ഞങ്ങൾ ഇസാബൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇസാബിൽ ലോൺ എടുക്കും. ഇസാബ്, മുത്തൂറ്റ്, മറ്റേത് മറിച്ച് കുറെ ലോണുകളൊക്കെ ഉണ്ടല്ലോ, അടവ് വരുമല്ലോ. അപ്പൊ അത് നമ്മള് വേറൊരു ദുരുപയോഗം ചെയ്തതല്ല. പൈസ എടുത്തിട്ട് ലോൺ അടക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ പമ്പർശ്ശേരി പോകുന്നത്. അവിടെ സ്പോട്ടിൽ പൈസ തരുമല്ലേ. ടി വി കാണുമ്പോൾ നമുക്ക് സ്പോട്ടിൽ പൈസ കയ്യിൽ അടിച്ചു തരുവാ. അപ്പൊ ചേട്ടനോട് എടി നമുക്ക് ഈ മാസം ലോൺ അടക്കണ്ടേ, എനിക്ക് പണിയും കുറവല്ലേ, നിനക്കും പണി കുറവാ, അവിടെ 2 കറ അടിച്ചാൽ മതിയേടി, പോയി പൈസ കിട്ടും. ഞാൻ സത്യം പറയാം, എൻ്റെ അമ്മച്ചിയാണ് നേര്, കുഞ്ഞുങ്ങളാണ് സത്യം. ഞാൻ ഒരു 5000 രൂപ മാത്രം പ്രതീക്ഷിച്ച ഒരു വ്യക്തിയെ പമ്പർശ്ശേരിയിൽ. അവിടെ ചെന്ന് സാറിന്റെ മുന്നിൽ ചെന്ന്, രഞ്ജിത്ത് കീഴൂരാണ്, സാറിന്റെ മുന്നിൽ നിന്ന് സാറിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് പറയാൻ പറഞ്ഞു. സ്റ്റാൻഡപ്പ് എന്നാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്നെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ സാർ, സ്റ്റാൻഡപ്പ് എന്നെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും കോമഡി രസകരമായ കാര്യങ്ങളൊക്കെ കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞു. അപ്പൊ സാറ് ഭയങ്കര ഫീലായി. പിന്നെ തെണ്ടി വളർന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞ ഒരുമിത കോമഡികളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് എഴുന്നേറ്റ് നിന്നിട്ടാണ് യുവ സെലക്ട് എന്നിട്ട് അടുത്ത് പറഞ്ഞത്. അപ്പൊ ആ സാറിനെ എന്റെ ജീവിതം മാറ്റി കേട്ടോ. അന്ന് സാർ അവിടെ നിന്ന് ഇറക്കി വിട്ട് അത് സെറ്റ് ആകൂലെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒന്നും ആവൂലായിരുന്നു. പക്ഷെ സാർ എന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ട് ഞാൻ എന്തിനൊക്കെ ആയി. ഫസ്റ്റ് ബമ്പറായിരുന്നു എനിക്ക്. അയ്യോ ഭയങ്കര. അപ്പൊ ആദ്യത്തെ ബമ്പർ അടിച്ചിട്ടുള്ള എമൗണ്ട് ലോൺ അടച്ചേ? അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ലോണ് ആദ്യം ഫസ്റ്റ് എന്റെ മക്കൾ 2 ഉടുപ്പ് മേടിച്ചു കേട്ടോ. ഫസ്റ്റ് ഉടുപ്പാണ്. ഫസ്റ്റ് എന്റെ മക്കൾക്ക് ഉടുപ്പ് മേടിച്ചു, ചെരുപ്പ് മേടിച്ചു. ചേട്ടനൊന്നും മേടിച്ചില്ല? ചേട്ടൻ ഷർട്ട് എടുത്തു, എനിക്കൊരു ചുരിദാർ എടുത്തു. ഡ്രസ്സാ ഫസ്റ്റ് എടുത്തു. പിന്നെ മൊബൈൽ എടുത്തു, ഞങ്ങൾക്ക് മൊബൈൽ ഇല്ലായിരുന്നു. ശരി. അങ്ങനെ. എന്നാലും ചേച്ചി ഒരു ഫാമിലി ഇതേപോലെ തൊഴിലുറപ്പിന് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു 4 ചുവരിന്റെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു ചേച്ചി ഇത്രയും ആൾക്കാർ മുമ്പർത്തി, അതും ജഡ്ജ്, ഇത്രയും ആക്ട്രസ് മുമ്പർത്തിനെ സംസാരിക്കുമ്പോൾ അത് കോമഡിയാണ് അല്ലെ? അപ്പൊ അത് വർക്ക്ഔട്ട് ആവോ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. നമ്മള് ഫ്ലോറിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ സാധനമൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ടെൻഷന്, വേറ, ചങ്കലപ്പ്, ബാത്റൂമിൽ പോകുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ നമ്മള് മഞ്ജു ചേച്ചി ഇല്ലേ, മഞ്ജു ചേച്ചി സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. പിന്നെ നസീർക്കൊക്കെ 2 നസീർക്കുമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ ഭയങ്കര ചിരിച്ച് സംസാരിച്ചപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി സ്റ്റേജിൽ അങ്ങനെ നിൽക്കുന്നതെന്ന് മറന്നുപോയി. സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ അവരോട് സംസാരിച്ചു വെറുതെ. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില സമയത്തൊക്കെ ചെയ്യണ സമയത്ത് ചിലപ്പോ വർക്ക്ഔട്ട് ആവില്ല, അങ്ങനെ ചിരി വരില്ല. അപ്പോ ചേച്ചി ചെയ്യുന്ന ഒരു എന്തെങ്കിലും ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടാവും? ചിരി വരാതെയല്ല,
ചിലപ്പോ ഞാൻ പറഞ്ഞ സാധനം എന്നാന്ന് പിന്നെ എല്ലാരും സ്റ്റാൻഡപ്പ് പറഞ്ഞ അങ്ങനെ അറിയാമോ, പേപ്പറിലൊക്കെ എഴുതി വെക്കും കൗണ്ടറുകൾ, എന്നാ പറയേണ്ട വാക്കുകളൊക്കെ എഴുതി വെക്കും, എന്നിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് പറയും. എനിക്കത് വരില്ല. സ്പോട്ടിൽ എന്താണ് പറയുന്നത് അതാ എന്റെ എനിക്കതാ പറ്റത്തുള്ളൂ. ദൈവം തന്നെ തരും. ഇന്ന് വരെ എനിക്ക് ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചേച്ചിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എങ്ങനെ വിക്കി പോയാ ഞാൻ അവരോട് പറയും, നിങ്ങളപ്പോ വിചാരിക്കും ഞാൻ എനിക്ക് തെറ്റിപ്പോയതാണ്, അല്ല നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യുന്ന പറഞ്ഞ എന്ന് പറയും. അങ്ങനെ പറഞ്ഞടിച്ച് കയറും. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിക്കും ഇന്നതിവിടെ ഇതാണ് ഇവിടെ, അതൊക്കെ ഞാൻ കയറും. ചേച്ചി ഇത്രയും വീഡിയോസ് ചെയ്തതില് ചേച്ചി കാണുമല്ലോ അല്ലെ, ചേച്ചി തന്നെ ചിരിച്ച വീഡിയോ ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ചിരിച്ച വീഡിയോ വേറെ ഉണ്ട്, അത് വഴിയെ പറയാം. ചേച്ചി ചിരിച്ച വീഡിയോ പറയാം. ഞാൻ ചിരിച്ച വീഡിയോ സ്വന്തം വീഡിയോ കണ്ടിട്ട് പണ്ട് ഞാൻ ഏഷ്യനൊക്കെ കൂടെ വന്നതിന് ശേഷമേ, നമ്മളിപ്പോ ആദ്യമായിട്ട് ചേട്ടാൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എവിടെ കിടക്കുന്ന ഇത് വരുമല്ലോ, എവിടെ കിടക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നിന്നു, ചേട്ടായി പോയി അപ്പുറത്തെ മുറിയിൽ കിടന്നു. അപ്പൊ 1.5 വർഷം അച്ഛൻ്റെ അമ്മ കട്ടിന് താഴെ പാവിരിച്ചാണ് കിടന്നത്. അച്ഛൻ നമ്മളൊരു ആവശ്യങ്ങൾക്കൊക്കെ പോകുമല്ലോ, കല്യാണം അങ്ങനെ പുറത്തൊക്കെ പോകുമല്ലോ, അപ്പൊ എല്ലാവരും കൂടെയാണല്ലോ പോണേ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ചേട്ടായോട് ചോദിക്കും, രതീഷ നീ ഇത്ര വർഷമായിട്ട് നിനക്ക് മക്കളൊന്നും ഉണ്ടായില്ലടാ എന്നൊക്കെ ചോദിക്കും. ചോദിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇല്ലടാ മക്കളൊന്നും ഉണ്ടായില്ല. എടാ വല്ല കുടുംബമ്പലത്തിലൊക്കെ പോയൊരു നേർച്ച വഴിപാടൊക്കെ കഴിക്കാൻ മേലായിരുന്നോ, ഉരുളിയൊക്കെ കമത്ത് തൊട്ടിലാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, മണികെട്ടുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കെട്ടി നോക്കണം, ചിലപ്പോ ഉണ്ടാകുമായിരിക്കും. അപ്പൊ ചിന്തിക്കണം, ഞാൻ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത്, ഈ പുള്ളി അപ്പുറത്തെ മുറിയില്ല, അവിടെ കിടന്നോണ്ട് തൊട്ടിലാട്ടാൻ പോവല്ല ഞായറാഴ്ച പുള്ളി. അതെനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ റീൽസ് ആയിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു, ദൈവം. പക്ഷെ അത് നോർമലി പറഞ്ഞു പോയതാ, അല്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അല്ല ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു സീരിയസ് പറയാന്നുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ സമയത്ത് മാനസികമായിട്ട് നീ ചേട്ടന് ചേച്ചിയോട് എന്തെങ്കിലും അകൽച്ചുണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ചിലപ്പം ഇപ്പൊ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ അല്ലല്ലോ, ഒരു മാനസികമായ അടുപ്പം ആദ്യം വേണല്ലോ. അത് അകൽച്ചയല്ല, ഞാൻ അതിനെ കാണുന്നത് അകൽച്ചയായിട്ടല്ല ഞാൻ കാണുന്നത്. ചിലപ്പം ചേട്ടായിക്ക് ഞാനും വേണം അച്ഛനും അമ്മയും വേണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാവും, എനിക്ക് എന്റെ പെൺപിള്ളേർ കിടക്കണം എന്ന് പറയാൻ ഒരു മടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം ചേച്ചിയുടെ വിഷമം ആ സമയത്തൊക്കെ ഭയങ്കര ഒരു കാരണമില്ലാതെ നമ്മൾ അകലിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് വേറെയാ. പിന്നെ അത് ചിന്തിക്കണം, മൂളാണ് പ്രായമല്ലല്ലോ, 18 വയസ്സും കൊണ്ട് 16 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്നാളെ കേസ് കൊടുക്കും ആൾക്കാര്, അത്രേ ഉള്ളൂ. നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ ഐതിഹ്യമായിട്ട് ചിന്തിച്ചു പോകാനുള്ള മൂളയില്ല. ഇതൊക്കെ മറ്റേ കോമഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതാ ഈ ഒരു ആഘോഷമൊക്കെ പറഞ്ഞു വേറെ രീതിയിൽ എന്റെ ജീവിതം എല്ലാം ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറയാൻ എല്ലാം ചിരിയായിട്ടാണ് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ഒരാളാ. ഇപ്പോഴാണ് സ്കിറ്റ് കളിക്കുമ്പോഴാണേലും സീരിയസ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് അതിന്റെ ഓട്ടോമാറ്റിക് ചിരി വരും. എല്ലാ സ്കിറ്റിലും സാറോ സുജുമോൾ എന്തിനു ചിരിക്കുന്നത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ, എനിക്ക് ചിരിച്ചു വയ്ക്കാൻ പറ്റില്ല. എനിക്ക് ചിരിച്ചോണ്ട് എത്ര വിഷമാണ് ചിരിച്ചോണ്ട് പറയാൻ അറിയുള്ളൂ. എനിക്ക് അങ്ങനെ ചേച്ചി ഭയങ്കര ടോക്റ്റീവ് ആണ്, ചേട്ടൻ അത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഭയങ്കര സൈലന്റാ. എങ്ങനെ ഇതുവരെ എങ്ങനെ ഞാൻ കഷ്ടപ്പെടുക, എനിക്ക് മിണ്ടാൻ ആളില്ല. എനിക്ക് ഒത്തിരി സംസാരിക്കണം. ചേട്ടാ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ വിളിക്കും, ഉറങ്ങുന്ന എന്താ ഞാൻ ഒന്ന് മിണ്ടാതിരിക്കുക സുധി, നീ മിണ്ടാതെ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. എനിക്ക് മിണ്ടാനൊരു പ്രശ്നമുണ്ട്, വായിന്റെ ഉള്ളും നാക്കും ഒക്കെ നീര് വെക്കും, എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കണം, സംസാരിക്കുന്ന ഒരു വികാരമാണ് എനിക്ക്, ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ചേച്ചി അതിനിടയിൽ സിനിമ അഭിനയിച്ചല്ലോ, അല്ലേ? അതിന്റെ എക്സ്പീരിയൻസ് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോ തന്നെ ഞാൻ കൺട്രോൾ പോയി. എന്റെ ടെൻഷൻ, സിനിമയല്ലേ, വലിയ തിയേറ്ററിലൊക്കെ വരുന്നതല്ലേ, അപ്പൊ അതിന്റെ ടെൻഷൻ എനിക്ക് ഭയങ്കര. എന്നെ വിളിച്ചപ്പോ ഞാൻ വിളിച്ച ആളെടുത്ത് കരഞ്ഞു. സന്തോഷം കൊണ്ട് കരഞ്ഞു. അങ്ങനെ പോയി ചെയ്തു. ഫസ്റ്റ് ഷോട്ട് ഞാനാണ്, എൻട്രി എന്റെ ആയിരുന്നു ആ പടത്തില്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ചെയ്തു എന്ന് എനിക്ക് തോന്നി, നന്നായിട്ട് ചെയ്തു. എല്ലാ കാര്യം ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, പക്ഷെ എന്നാലും അത് കുറെ നാൾ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ചേച്ചി ചെയ്യുന്ന പോലെ ഫീൽ. അത് ബാലിസാറും അത് പറഞ്ഞിട്ടുണ്ട്, സുചേച്ചിനെ ഒത്തിരി ടേക്ക് എടുക്കേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ സെറ്റ് ആയിരുന്നു. ചേച്ചി പണ്ടത്തെ ലൈഫിൽ ഒരു ശീലം ഉണ്ടാവും അല്ലെ, കുറെ ശീലങ്ങളൊക്കെ. ഇപ്പോഴും ചേച്ചി ആ ഒരു ശീലം മാറ്റാത്ത ഒരു കാര്യം എന്ത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ മക്കളെ വളർത്തുന്നത്, എന്റെ വീട്ടിലെ കാര്യം നോക്കുന്നത്. അതല്ല വേറെ ചിലരൊക്കെ അങ്ങനെ ശീലങ്ങൾ ശ്രദ്ധിക്കില്ല അങ്ങനെയൊക്കെ അല്ലേ?
ചിലരുണ്ട് നമുക്ക് ഷൂട്ടാണ്, എനിക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നോളൂ ചെയ്യും, എനിക്ക് ഷൂട്ട് പോകണ്ടേ, നീ ചുമ്മാ ഇതും കണ്ടോണ്ടിരുന്നാൽ മതിയോ, എന്തെങ്കിലും വെച്ച് തിന്നെ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കും, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. മക്കളോടുള്ള സ്നേഹം അന്നും ഇന്നും എന്നും സെയിം ആണ്. ഞാൻ എൻ്റെ മക്കളുടെ കാര്യം നോക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ച് വീട്ടിലെ സർവ്വപണിയും ചെയ്ത് എൻ്റെ എല്ലാം നോക്കി ഹസ്ബൻഡിന് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ പോകും. ഇന്നും അന്നും സെയിം ആണ്. അങ്ങനെ തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാറ്റം വന്നത് ഏതായിരിക്കും? മാറ്റം വന്നതോ, ഒന്ന് മേനയൊക്കെ നടന്നല്ലേ പുറത്ത്? പിന്നെ ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പെയിന്റ് അടിച്ച പോലത്തെ ഒരു രൂപം എന്റെ ഇത്രയ്ക്കൊന്നുമില്ല. അല്ല, അങ്ങനെയാണ് പണ്ടത്തെ അപേക്ഷിച്ച് അതൊരു വലിയൊരു മാറ്റമാണ്. ഈ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയത് ഭയങ്കര വലിയ മാറ്റമല്ലേ. പിന്നെ മാറ്റം കുറെ കണ്ടു അല്ലേ, നെഗറ്റീവ് വന്ന സംഭവം ഉണ്ട്. അതിലേക്ക് പിന്നെ പോവാം. ഇത് പറ. അപ്പൊ മാറ്റം ഇതാ, എന്താ ഈ രൂപങ്ങള് കാര്യങ്ങള് രൂപം മാറില്ല, ഊള സ്വഭാവം വർത്താനം കേൾക്കാതെ. അല്ല, കുറച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞത് മറ്റേ സാധനം, മറ്റേ സൂന, മറ്റേ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ അവിടെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ. വേറെ സംഭവമുണ്ട്, നമ്മൾ നോർമലി സമൂഹത്തില് കുറച്ചു പേരൊക്കെ ഇല്ലാത്ത സാധനം എന്താണോ അത് കാണിക്കാൻ വേണ്ടി ആയിരിക്കും കുറച്ച് ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവുക. സ്റ്റേജ് ലൈഫില് എന്താണോ ഇല്ല അത് കോമഡി രൂപത്തിൽ ഓപ്പൺ ആയിട്ട് അങ്ങനെ പോകുന്നത്. അത് പെട്ടെന്ന് വന്നൊരു ക്യാരക്ടറാണോ അത് പഠിച്ച് കുഞ്ഞുനാളെ തൊട്ടേയുള്ള ഒരു? ഞാൻ അങ്ങനെ തന്നെയാണ് നോർമലി. ഞാൻ അങ്ങനെ മക്കൾ എന്ത് വിചാരിച്ചാൽ എനിക്ക് വിഷയമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, അതാണ് വേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ. എന്താ വിചാരിക്കുവോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എനിക്കിപ്പം ഒരു ഉത്സവപ്പുറത്ത് പോയി, ഇപ്പൊ ഞാൻ സ്റ്റാൻഡേർഡായി, ഞാൻ സെലിബ്രിറ്റിയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കില്ല, പാട്ട് വന്ന് ഞാൻ തുള്ളും. തിയേറ്ററിൽ പോയാൽ നല്ല സീൻ വന്നാൽ കൂവും, കൈയടിക്കും, മേളാങ്കിക്കും. ഞാൻ ഇങ്ങനെ തന്നെ. എനിക്ക് മാറ്റം ഇഷ്ടമല്ല. നമ്മളെന്താ മാറുന്നത്? നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് ഹാപ്പി വന്നാൽ ചിരിക്കുക, കളിക്കുക, ഫീലിംഗ് വന്നാൽ കരയുക. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് മാറ്റമൊന്നുമില്ല. പോത്തുമില്ല. മാറാൻ ഞാൻ തീർന്നു, ഞാൻ മരിച്ചു എന്നല്ല അർത്ഥം. ഞാൻ മാറുന്നില്ല എത്ര വന്നാലും. ഇപ്പോ സിനിമയിൽ പറഞ്ഞല്ലോ ആ ഒരു ഫസ്റ്റ് ഷോട്ട് പറഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട്. സിനിമ ഇറങ്ങി റിലീസായി. സോ ആ ഒരു ഫിലിം കാണാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഭയങ്കര ഫീലാ. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ജാടയോ അല്ലെങ്കിൽ ആ സാധനം എവിടെയെങ്കിലൊക്കെ? ഈ സാധനത്തിന് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ജാടയില്ല, ഒരിക്കലും ജാടയില്ല. ജാടയുണ്ടെന്ന് ആരും പറയൂല. ഞാൻ ഇതിലേക്ക് നടക്കുന്ന കാണണം. ശരി. പിന്നെ ഇന്നൊരു മാറ്റം വന്ന എവിടെയാണെന്നറിയാമോ? മാറ്റത്തിനെ പറ്റി മാറ്റം വന്നെന്ന് അറിയാമോ? പണ്ട് ചുമ്മാ ഇങ്ങനെ അമ്മമാര് കെട്ടുമ്പോലെയൊക്കെ കെട്ടി മീൻ വെട്ടുവാണെങ്കിൽ അതവിടെ ഇട്ടേച്ചും കൈ പോലും കഴുകാതൊക്കെ ടൗണിൽ വരുമായിരുന്നു. പിന്നെ എന്തൊരു ഒരു പാൻറ് ആയിരിക്കും, വേറെ ഷോളായിരിക്കും, വേറെ ടോപ്പായിരിക്കും, അങ്ങനെ റബ്ബർ ചെരുപ്പൊക്കെ ഇട്ടുണ്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വരില്ല. ഇപ്പൊ സ്റ്റാൻഡേർഡായിട്ടൊന്ന് ഒരുങ്ങി ഡീസെന്റ് ആയിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഇച്ചിരി മെനയായിട്ട് നടക്കുള്ളൂ. അതേ ഉള്ളൂ വ്യത്യാസം. ഒരു ക്ലീശ ചോദ്യമാണേ, അതായത് കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷൊക്കെ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യണം. ഓക്കെ, അതായത് എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ചേച്ചി ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, യൂട്യൂബ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് ആരാധകർ നോക്കുന്ന നിമിഷം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന നിമിഷം ചേച്ചിയല്ലേ എന്ന് ആ സാധനം ഓർമ്മയുണ്ട്? ആരാണ്, എന്താണ്? ചിലർ നമ്മുടെ അടുത്തൊന്നും ചോദിക്കത്തില്ല, അവിടെ നമ്മിങ്ങനെ സംസാരിക്കും. ഇതാണോ? അപ്പൊ ഞാൻ അങ്ങോട്ടേ ഇല്ല, ഞാൻ തന്നെ ഒത്തിരി അനുഭവം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അങ്ങോട്ട് പോകാം. അവരിങ്ങനെ സംശയിക്കും, നോക്ക് എടിയടി, അതല്ലടി നോക്കടി എന്നൊക്കെ എന്തെങ്കിലും പറയുവോ ചെയ്യോ. ഞാൻ അങ്ങോട്ട് ചെല്ലും, ഞാൻ തന്നെയാണ് കേട്ടോ, ഹായ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ട് പോകും. അപ്പോ ആരാധകരില് വന്ന് സ്നേഹം കാണിച്ചതില് ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ള കാര്യം? സ്നേഹമാണ്, ഓവർ സ്നേഹം. അതെന്നാന്നറിയാവോ? ഞാൻ അർത്തുങ്കപ്പള്ളി പോയപ്പോ ഒരു അമ്മച്ചി എന്നെ കണ്ടിട്ട് ഓടി വന്നു സംസാരിച്ച്. ആ അമ്മച്ചി എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ വന്നത് കട്ടപ്പനയെന്ന്. അത് ഓക്കെ അങ്ങനത്തെ അല്ലേ? ഞാൻ ബുദ്ധിമുട്ടായോ എന്ന് വിചാരിച്ചു. അല്ലല്ല, ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹം. കട്ടപ്പനയെന്ന് അർത്തങ്കപ്പള്ളി നേർച്ച എനിക്ക് വേണ്ടി ഞാൻ രക്ഷപ്പെടണം, വീട് വെക്കണം, കുഞ്ഞുങ്ങളായിട്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം പറഞ്ഞ് വഴിപാട് കഴിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി കട്ടപ്പനയെന്ന് വന്നേക്കുന്നു. അതൊക്കെ ഭയങ്കര വിഷമോ, ഭയങ്കര ഫീലിംഗ്. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ്. ഒത്തിരി ചിരിക്കുമെങ്കിലും പെട്ടെന്ന് ഫീലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ആരും വിഷമിക്കുന്നൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അമ്മമാര് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫുമായിട്ട് കടന്നു പോയത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്റെ അമ്മച്ചീനെ ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയാ. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. അമ്മേനെ വിഷമിച്ചിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട്. അതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് തോന്നുന്നല്ലേ? കിട്ടിയിട്ടുണ്ട്. കാരണം അവര് നമ്മൾ പോരുമ്പോ അവരെ ഉപേക്ഷിച്ചവരാണ് നമ്മൾ പോകുന്നത്, ഒരാളുടെ കൂടെ ഇറങ്ങി പോരുന്നത്.
അപ്പൊ ആ പോരുമ്പോ അവര് നൊന്ത വേദന, അവർ അത്ര കഷ്ടപ്പെട്ട് വളർത്തേ തന്നെ. അവരെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അന്ന് മുതൽ തെണ്ടി തേടി ഓരോ ഹോട്ടലിന്റെ പുറകിൽ നിന്ന് കളയാതെ ഫുഡ് മേടിച്ച് കഴിച്ച് വളർത്തി ഞങ്ങള് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവരെ വിഷമിപ്പിച്ച് ഒരു 16 വയസ്സിൽ ചിന്തിച്ചു നോക്കി എൻ്റെ മക്കളുടെ പ്രായം, ആ മക്കളുടെ പ്രായത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ ഇറങ്ങി പോരുമ്പോ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചാൽ എന്നാന്നറിയാമോ? ദൈവമില്ല, ദൈവമില്ല ഇവിടെ. ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച ആ സമയത്ത് ഒരു വിഷമം വന്നാലാ എൻ്റെ അമ്മ അന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അവിടെയാണ് പ്രാധാന്യം വരുന്നത്. നമ്മളത് വിഷമിച്ചാലാണ് നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മനെ അന്ന് കഷ്ടപ്പെടുത്തിട്ട് പോകുന്നതാ ഞാൻ, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ആയല്ലോ. ചിന്തിക്കാൻ വേണ്ടി തമ്പുരാൻ തന്നതാ. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ? നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ ആങ്കൊച്ചായിരുന്നു ഞാൻ. ഞാൻ ഉണ്ടായതിനു ശേഷം എല്ലാരും പറയും ഇവിടെ നാളുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്, ഇവിടെ ജന്മം ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമായിരുന്നു. അപ്പൊ എന്നെ ചേർത്ത് വെച്ച എൻ്റെ അമ്മ. ചേച്ചിനെ കഷ്ടപ്പെട്ട് അമ്മനെ വിഷമിച്ചിട്ട് ഇങ്ങനെ പോയപ്പോ വരണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ ലവ് മാരേജ് ഒന്നും കാര്യമില്ലെന്നേ, അല്ലെങ്കിൽ പിന്നീട് എക്സ്പീരിയൻസിൽ മനസ്സിലായതാണോ? അതെ, എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാ. ലവ് അന്ന് ഓർത്തിട്ട് എന്റെ പൊന്നോ എന്റെ കെട്ടിയോ കൊള്ളൂല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിക്കും ചേച്ചി. കെട്ടുക അങ്ങനല്ലേട്ടാ, എന്റെ കെട്ടിയോ നല്ല സൂപ്പർ സെറ്റ്, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പ്രണയം, നമുക്ക് പ്രണയിച്ച് വന്നുള്ള പ്രശ്നം എന്നാന്ന് അറിയാവോ? ഞാൻ സ്റ്റാൻഡപ്പിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഈ പ്രണയിക്കുന്ന സമയത്ത് ഈ പുറകെ നിൽക്കുന്ന കൊച്ചിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഒരു കൊച്ചു നിൽപ്പുണ്ട് കേട്ടോ, അതിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഈ അടിവയറ്റി മഞ്ഞുതുള്ളി വീഴുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് പ്രണയിച്ച് നടക്കുന്നത്. നീ പ്രണയിച്ചിട്ടുണ്ടോ? നീ കെട്ടിയോ? തേച്ചു. നീ തേച്ചു. അതിന്റെ മുഖം കാണാൻ പറയാം നീ തേച്ചു എന്ന്. അങ്ങനെ ആ ഫീൽ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിച്ചാൽ അതൊന്നും അല്ല. ഭയങ്കര ഈ കപ്പ ഒഴുകായിട്ടൊരു ഫീലിംഗ് നമുക്ക്. പിന്നെ അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, മനസ്സിലായി? എത്ര ചിന്തിച്ചാലും നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം, എന്ത് സാധനം വേണം തിരിച്ചു പിടിക്കാം. നമ്മുടെ കല്യാണ ജീവിതം മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ കെട്ടിയ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയാം, എൻ്റെ കെട്ടിയ നല്ലത് തന്നെയാണ്. ആ മനുഷ്യൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് എൻ്റെ ഓക്കെയാണ്. ഞാൻ പറയാം, മൊത്തത്തില് നമ്മൾ ഇപ്പൊ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലവ് മാരേജ് പ്രണയിച്ച് സെറ്റായി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവിടെ പ്രണയം തീർന്നു. അവർ സെറ്റായി, അവരൊന്നിച്ചു. ആ ഒന്നിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ പ്രണയം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രണയമില്ല. പ്രണയിച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഒരു 199% പ്രശ്നമാണ്. പക്ഷെ അറേഞ്ച് മാരേജ് പറഞ്ഞ എന്നെ പ്രശ്നം എന്നറിയാവോ? അവരന്നാ കാണുന്നത്, അവരന്നാ ഒരുമിക്കുന്നത്, പ്രണയം നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒന്നുമില്ലാതെ പോട്ടറ ആൾക്കാർ പറയാലേ എന്ന് വെച്ചത്, നിങ്ങൾ ഒറ്റ കാലത്തിലെ ഈ സാധനം എന്റെ തലയിൽ കെട്ടിവെച്ചത്, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറയാം. ചേച്ചി എനിക്ക് അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ക്യാരക്ടർ എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. വൈബായിരിക്കണം, രണ്ടുപേരും വൈബായിരിക്കും. ലവ് ആയതുകൊണ്ട് ഇങ്ങനെയാണെങ്കിലും അറേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെയാണെന്നല്ലോ. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ എന്റെ ഇതാ ഞാൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് ലവ് മാരേജിനോട് താല്പര്യം. ഇതിങ്ങനെ ഒരു ചോദ്യം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഭയങ്കര പൊന്നെ കരളൊക്കെ പറയും, അതിന് ശേഷമുള്ള പറയും. ഇപ്പൊ വീട്ടുകാരാണ്, ഇപ്പൊ നമുക്കൊരു പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല കെട്ടിക്കൊണ്ടെടുത്തു. നിനക്കറിയാൻ പറ്റാതെ എന്നെ നേരത്തെ അറേഞ്ച് മാരേജ് പറഞ്ഞ നിനക്ക് എന്നെ അറിയാമെന്നല്ലായിരുന്നു. അങ്ങനെ ചോദ്യമൊക്കെ വരും, അത് ഭയങ്കര റിസ്കാ. ഇതൊക്കെ പറയുമ്പോ ആൾക്കാരുടെ അടുത്ത് ട്രോളും. അങ്ങനെ എന്റെ എക്സ്പീരിയൻസസ് ഞാൻ പറയാം. പക്ഷെ എന്റെ കെട്ടിയ മോശമായിട്ടല്ല, നമുക്ക് ചോദിക്കാനും പറഞ്ഞ ആളുണ്ടാകത്തില്ല, നമുക്ക് ആരുടെ പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. ചേച്ചി ഇങ്ങനെ കമന്റ്സ് വന്നതിലെ കുറച്ച് വിഷമം തോന്നിയ ഏതെങ്കിലും കമന്റ് ഓർമ്മയുണ്ടോ വായിച്ചയില്? അങ്ങനെ തോന്നിയ കമന്റ്, വിഷമം തോന്നിയ കമന്റ്സ് വന്നിട്ടുണ്ട് ഒത്തിരി. ഏതെങ്കിലും പെട്ടെന്ന് മനസ്സിൽ വിഷമം തോന്നിയ ഒരു കമന്റ്? എന്റെ മക്കളെ കാണിച്ച് കാശുണ്ടാക്കുവാന്നൊരു എന്റെ മക്കളെ കാണിച്ചിട്ട് അവള് കാശുണ്ടാക്കുവാണ്, നാണമില്ലേടി നിനക്ക് ഇങ്ങനെ മക്കളെ കാണിച്ച് തെണ്ടി ജീവിക്കാൻ എന്നൊക്കെ ചോദിച്ച് കമന്റ് വന്നു. അതിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഫീലാണ്. എന്നാന്ന് വെച്ചാൽ അത് അന്നും എനിക്ക് ഫീലാണ്, ഇന്നത് പറയുമ്പോഴും എനിക്ക് ഫീലാണ്. വേറെ സംഭവം ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. കാരണം നമുക്ക് നമ്മളിലേക്ക് ബോധിപ്പിച്ചാൽ മതി. എല്ലാവരും സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ജീവിക്കുന്നേ. നമുക്ക് നമ്മളോട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല, കാരണം നമുക്ക് നമ്മളറിയാം. പക്ഷെ വേറെ സ്ഥലത്ത് അങ്ങനെ വരും. എനിക്ക് ചിലരൊക്കെ ഉണ്ട് എന്ത് വന്നാലും പുല്ല് പോട്ടെന്ന് വെക്കുന്നത്. പക്ഷെ ഞാൻ എന്തോ സാധാ മൈൻഡുള്ള ഒരാളായതുകൊണ്ടായിരിക്കും, എനിക്കൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കത് പറയണം. ചിലത് മൈൻഡ് ചെയ്യാനൊക്കെ പോവും, എന്തും അനാവശ്യം പറഞ്ഞ് എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എനിക്ക് എന്നെ ഇത് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് പറഞ്ഞ് തെളിയിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കടന്ന് ഉറക്കം വരത്തില്ല. അങ്ങനെ ചെയ്തിരിക്കാൻ പറ്റില്ല. ബിക്കോസ് കാരണം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരാളുടെ കമന്റ് പറയുന്നത് ഇല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നതൊക്കെ അവരുടെ മനസ്സിനുള്ളിലെ സ്വഭാവമാണ് പുറത്തു വരുന്നത്. പക്ഷെ എന്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ എന്റെ മക്കളാദ്യം കാണിക്കത്തില്ല ഒരു വീഡിയോയില്.
അധികം ഒരു വീഡിയോ അങ്ങനെ കാണിക്കാറില്ല. ജസ്റ്റ് പിള്ളേരെ കാണിക്കേണ്ട ഒരവസ്ഥ വരുന്ന വീഡിയോ മാത്രം ഞാനവിടെ കാണിക്കാറുള്ളൂ. പക്ഷെ ഇല്ലായ്മയില്ലേ ഇതാ, നമ്മളിപ്പോ ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിച്ച സമയമില്ലേ, അന്ന് പോലും ഞാൻ എന്റെ മക്കളെ ആരുടെ മുന്നിൽ കാണിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം തരാമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പൊ ചെയ്യോ? ചെയ്യൂല. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഇല്ല, ഇനിയിപ്പോ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നെവർ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും കമന്റ്സിൽ കൂടെ എന്നോട് പറയും, പക്ഷെ എനിക്കത് പറയണം, പറഞ്ഞില്ലേ ഭയങ്കര ചെയ്ത കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ മാത്രം ഫീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അറിഞ്ഞില്ലേ, നമ്മൾ ചെയ്ത കാര്യമാണല്ലോ അങ്ങനെയൊക്കെ.